പാകിസ്ഥാൻ ഭീകരവാദികളുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണല്ലോ. ഇതിനിടെ ഇന്നലെ ഖാലിസ്ഥാൻ ഭീകരനായ ഗുർബത്വന്ത് സിംഗ് പന്നുവിന്റെ പുതിയ വീഡിയോ പുറത്തിറങ്ങി. ഇതിൽ അയാൾ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ പഞ്ചാബിലെ സിഖുകാർ മുഴുവൻ പാകിസ്ഥാന്റെ കൂടെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇയാൾക്ക് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ തീവ്രവാദ സംഘടന തന്നെയുണ്ട്. ഇയാൾക്കെതിരെ UAPA അടക്കം നിരവധി വകുപ്പുകൾ ഇന്ത്യ ഗവൺമെന്റ് ചുമത്തിയിട്ടുമുണ്ട്. കുറച്ചു മുമ്പ് ഇയാളെ US വെച്ച് ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണെന്ന് പറഞ്ഞ് ഇയാൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരുന്നു. പന്നു US സജീവമാണ്. ഇതിനു പുറമെ കാനഡയിലും നിരവധി ഭീകര സംഘടനകളുമായി ഒത്തുപ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ പഞ്ചാബിലെ സിഖുകാരിൽ ഭൂരിഭാഗവും രാജ്യസ്നേഹികളും ഇന്ത്യക്കായി പ്രവർത്തിക്കുന്നവരുമാണ്. സിഖുകാരുടെ ഇടയിൽ തന്നെയുള്ള തീവ്രവാദികളാണ് ഖാലിസ്ഥാൻവാദികൾ. ഇവരുടെ മുഖ്യ ആവശ്യം ഇന്ത്യയിൽ നിന്നും പഞ്ചാബിനെ സ്വതന്ത്രമാക്കുക എന്നതാണ്. എന്നാൽ പന്നുവിന്റെ ഈ പ്രസ്താവന വലിയ വിവാദമാവുകയും ഇതിനെതിരെ സിഖുകാർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഇനി ഇയാളുടെ വീഡിയോയിലേക്കൊന്ന് പോയാൽ ഇയാൾ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യക്കും മോദിക്കും ഇത് അവസാന യുദ്ധമായിരിക്കുമെന്നും പഞ്ചാബ് ഇന്ത്യൻ അധിനിവേശത്തിൽ നിന്ന് സ്വതന്ത്രമാകുമെന്നുമാണ്. ഇതിനായി പഞ്ചാബികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. കൂടാതെ പാകിസ്ഥാനോട് ഖാലിസ്ഥാൻ റഫറൻഡം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ മോദി ദേശവിരുദ്ധനാണെന്നും പാകിസ്ഥാൻ നിങ്ങളുടെ ശത്രുവല്ല, സിഖ് ജനതയ്ക്കും ഖാലിസ്ഥാന്റെയും സൗഹൃദ രാജ്യമാണ്. കൂടാതെ നമ്മുടെ ഗുരുനാനാക്കിന്റെ നാടാണ് പാകിസ്ഥാനെന്നും അതുകൊണ്ട് തന്നെ എല്ലാ സിഖുകാരും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നട്ടലായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പോകുകയാണ് ഇയാൾ ഈ വീഡിയോയിൽ. ഇനി എന്താണ് ഈ ഖാലിസ്ഥാൻ റഫറൻഡം? ചുരുക്കി പറഞ്ഞാൽ പഞ്ചാബിൽ ഒരു ജനഹിത പരിശോധന നടത്തുകയും ഖാലിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാക്കാനുള്ള പദ്ധതിയുമാണിത്. എന്നാൽ ഏറ്റവും വലിയ രസം ഇയാൾക്ക് US കാനഡയിലും UK സംഘടനയും കുറെ അനുഭാവികളുമൊക്കെ ഉണ്ട്. എന്നാൽ ഇയാൾക്ക് ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ പണ്ട് തന്നെ ഇന്ത്യ വിട്ടു പോയവരാണ്. അവർ അവിടെ സമ്പാദിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. വെറുതെ ഇന്ത്യയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നേരത്തെ ഈ ഖാലിസ്ഥാൻ ഭീകരരുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ പലതരത്തിലുള്ള അക്രമങ്ങൾ US കാനഡയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തായി ഹിന്ദുക്കളുടെ ആരാധനാലയത്തിൽ അക്രമം നടത്തുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഞാൻ അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഇയാൾ വീഡിയോയിൽ കൂടി ഭീഷണികൾ മുഴക്കുകയല്ലാതെ നേരിട്ട് ഇന്ത്യയിൽ വരുന്നതിനോ ഇവിടെ പ്രവർത്തിക്കുന്നതിനോ പറ്റില്ല. ഇയാൾ ഇന്ത്യയിലെത്തിയാൽ ഉടനെ തന്നെ അറസ്റ്റിലാവും. ISIയുമായും കാനഡയിലെ കഷ്കാനി ഗ്രൂപ്പുകളുമായി ചേർന്നുമാണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ. പ്രധാനമായും മയക്കുമരുന്ന് കച്ചവടവും കള്ളക്കടത്തും ആയുധ കച്ചവടവും ഒക്കെയാണ് ഇവരുടെ പരിപാടികൾ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇയാൾക്ക് ഇന്ത്യയിലും അനുഭാവികളുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചാബിൽ പാട്യാലയിലെ ആർമി കണ്ടോൺമെന്റിനോട് ചേർന്ന് പാകിസ്ഥാൻ സിന്ദാബാദ് ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്നെഴുതിയ പതാക കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിലും ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പന്നുവിന്റെ പ്രസ്താവന പാകിസ്ഥാനിലെ ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ യുദ്ധത്തിനുള്ള ആഹ്വാനവും മറ്റും വന്നിരുന്നു. എന്തായാലും കുറച്ച് ദിവസങ്ങളായി ഇന്ത്യക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്നതാണ് കാണുന്നത്. എന്നാൽ ഇതിനെല്ലാം നമ്മുടെ ഗവൺമെന്റും സൈന്യവും കൃത്യമായി മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ.